നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ചെറിയ മോൻ കുറേ ദിവസമായിട്ടുണ്ട് അമ്മ ഒന്ന് പുറത്ത് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ എല്ലാവർക്കും പനിയും ഓരോരുത്തർക്കും മാറി മാറി പനി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പനി ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ ദിവസങ്ങൾ അങ്ങനെ പോയി. അപ്പോൾ ഈ ആഴ്ച ഒന്ന് ഫ്രീ ആയിപ്പോൾ വിചാരിച്ചു അവരെ ഒന്ന് കൊണ്ടുപോയി സന്തോഷിപ്പിക്കാമെന്ന്. ബിക്കോസ് അവർക്ക് ഇതൊക്കെ തന്നെയല്ലോ ഉള്ളൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മളുടെ നാട് പോലെ ഒന്ന് വീടിന് മുറ്റത്ത് പുറത്തിറങ്ങി കളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്ലാറ്റിലെ ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് എപ്പോഴെങ്കിലും പുറത്തു പോകുന്ന ഇങ്ങനെയുള്ള ചെറിയ ഗെയിംസുകളൊക്കെ കളിക്കുന്നതാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കാലഘട്ടം പോലെയല്ലല്ലോ. നമ്മളുടെ കാലഘട്ടത്ത് ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് കളിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റീസ് ഒന്നും കുട്ടികൾക്കൊന്നും ഇപ്പോൾ കിട്ടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ നാട്ടിലാണെങ്കിലും എല്ലാ കുട്ടികളും മൊബൈലിന് മുന്നിൽ കുത്തിയിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എങ്കിലും ഞാൻ പരമാവധി പറ്റുമ്പോഴൊക്കെ കുട്ടികളെ ഇതുപോലെ കൊണ്ടുപോയി എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അവിടുത്തെ ബസ്സാണിത്, ഭയങ്കര രസമുണ്ടായിരുന്നു ബസ് കാണാനായിട്ട്. പിന്നെ എന്താ പറയുക, സൈഡിൽ ചെറിയ ചെറിയ എന്താ പറയുക തെന്നോല എന്ന് പറയാൻ പറ്റില്ല അല്ലേ, നമ്മൾ ഡേറ്റ്സിൻ്റെ മരങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. നാട്ടിലാണ് നമ്മളുടെ തെന്നമരമൊക്കെ കാണാനൊരു ഭാഗ്യം എന്ന് പറയാം അല്ലേ. പിന്നെ അത്രയൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യൂ കേട്ടോ. വാച്ച് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മിക്കവരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്ഥലം എത്തി. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് കിഡ്സ് കിങ്ഡം എൻ്റർടൈൻമെൻറ്റ് എന്നാണ് കേട്ടോ. അതായത് കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്ക് എന്ന് പറയാം. അപ്പോൾ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ മീൻസ് ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് അവിടെ കളിക്കാം കേട്ടോ. പക്ഷേ ഞാൻ പോയാലും അവിടെ കുറച്ച് കളിക്കാറൊക്കെ ഉണ്ട്, റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനും കളിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതിനൊന്നും നിന്നില്ല കേട്ടോ. ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെ പോയിട്ട് അങ്ങനെ ജസ്റ്റ് നടന്നു. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ എന്താ പറയുക, നാട്ടിൽ എൻ്റെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ പാർക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എപ്പോഴാണ് കാണാമെന്നറിയോ, നമ്മളുടെ അമ്പലത്തിലെ പൂരങ്ങളൊക്കെ വരുമല്ലോ, ആ പൂരങ്ങളൊക്കെ സമയത്ത് ഇങ്ങനത്തെ സെറ്റുകളൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അന്നത്തെ ആ പൂരം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് അവിടെ താലപ്പൊലി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ടല്ലോ, പോയി കളിക്കാമല്ലോ, ബലൂൺ മേടിക്കാമല്ലോ, അങ്ങനെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് മൊമെൻ്റാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും അറിയത്തില്ല. അതിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കേട്ടോ. ബിക്കോസ് ഇതിപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ സുലഭമായി കാണുന്ന ഇതാണ്. പ്രത്യേകിച്ച് ഗൾഫിലുള്ള പിള്ളേരാണെങ്കിൽ പറയാൻ വേണ്ട, എങ്ങോട്ട് തിരിഞ്ഞാലും ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മക്കൾ രണ്ടുപേരും കാർ എടുത്തിട്ട് റേസിങ്ങിനൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോയായിരുന്നു. എന്താ പറയുക, ഞാനും കയറാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കയറിയില്ല. അവർ കയറുന്ന സമയത്ത് ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ മടിയായി, അല്ലെങ്കിൽ പിന്നെ അവർ കയറിയ സമയത്ത് ഞാനൊന്ന് പോയേനായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വ്ളോഗ് വന്നിട്ട് കുട്ടീസിന് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ എന്താ പറയുക, കുട്ടിപ്പട്ടാളങ്ങൾക്കായിട്ട് ഞാൻ കൂടുതലും ഇത് ഡെഡിക്കേറ്റ് ചെയ്യുവാണ് കേട്ടോ.
അപ്പോൾ കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എന്നിട്ടപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അതുപോലെ തന്നെ അവർ എൻജോയ് ചെയ്തു, നമ്മളുടെ പോക്കറ്റും കാലി. അതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.